മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ഇതുവരെ കണ്ട യുദ്ധതന്ത്രങ്ങളും സഖ്യങ്ങളും അപ്പാടെ മാറി മറിയുകയാണോ? തോക്കുകളും മിസൈലുകളും സംസാരിച്ച കളം ഒടുവിൽ നയതന്ത്ര ചർച്ചകളിലേക്ക് വഴിമാറുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ ബെർഗൻസ്റ്റോക്ക് റിസോർട്ടിൽ ജൂൺ 21 ലോകം ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കൂടിക്കാഴ്ചകൾ നടന്നു. പരമശത്രുക്കളായ ഇറാനും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിൽ ലെബനനിന്റെ ഭാവിയെക്കുറിച്ച് നടത്തിയ ആ ഉന്നതതല ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ വലിയൊരു പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കറായ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ചർച്ചകൾക്ക് ശേഷം ടെഹ്റാനിൽ തിരിച്ചെത്തിയ ഉടൻ നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യുഎസുമായുള്ള ചർച്ചകൾക്ക് ശേഷം ലെബനൻ അതിർത്തികളിൽ താൽക്കാലികമായി യുദ്ധത്തിന് ശമനമുണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഇതിനർത്ഥം ഇറാൻ അവരുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ടു പോയി എന്നല്ല. ലെബനന്റെ സമ്പൂർണമായ പ്രാദേശിക അഖണ്ഡതയും ദേശീയ പരമാധികാരവും പൂർണ്ണമായും ഉറപ്പാക്കുന്നതുവരെ ഇറാൻ തങ്ങളുടെ നയതന്ത്ര സൈനിക നീക്കങ്ങളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകില്ല എന്നാണ് ഗാലിബാഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്വിസ് ചർച്ചകൾക്ക് പിന്നിൽ? ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്ന ഇസ്ലാമാബാദ് ധാരണാപത്രം എന്താണ്? ഇറാനും അമേരിക്കയും നേരിട്ട് ചർച്ച നടത്തുക എന്നത് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ യുദ്ധങ്ങളും കൊണ്ട് മിഡിൽ ഈസ്റ്റ് പുകയുമ്പോൾ ഇവിടെയാണ് ഇസ്ലാമാബാദ് ധാരണാപത്രം പ്രസക്തമാകുന്നത്. മാസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാന്റെ തലസ്ഥാനമായി ഇസ്ലാമാബാദിൽ വെച്ച് രൂപം നൽകിയ ഈ നയതന്ത്രപരമായ കരാറിന്റെ തുടർച്ചയായിരുന്നു സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്കിൽ ജൂൺ 21 നടന്നത്. എന്താണ് ഈ ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ കാതൽ? അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധവും ഒഴിവാക്കുക, ലെബനനും സിറിയയിലെയും സൈനിക ഇടപെടലുകൾക്ക് ഒരു ലക്ഷ്യരേഖ ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാദ് വ്യക്തമാക്കുന്നതനുസരിച്ച് സ്വിറ്റ്സർലൻഡിൽ നടന്ന ചർച്ച വെറുമൊരു ചർച്ചയല്ല, മറിച്ച് ലെബനന്റെ പരമാധികാരം പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് ഒരു സുരക്ഷിത പാതയൊരുക്കലാണ്. ഇറാൻ പിന്തുണയ്ക്കുന്ന ശക്തികൾക്കെതിരെ US നടത്തുന്ന നീക്കങ്ങളും US സഖ്യകക്ഷികൾക്കെതിരെ ഇറാൻ നടത്തുന്ന ഡ്രോൺ മിസൈൽ നീക്കങ്ങളും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഈ ചർച്ചകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് താൽക്കാലികമായി യുദ്ധത്തിന്റെ തീവ്രത ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ ലെബനന്റെ മണ്ണിൽ നിന്ന് വിദേശ ശക്തികൾ പൂർണ്ണമായും പിൻവാങ്ങുന്നതുവരെ അന്തിമമായ ഒരു ഒത്തുതീർപ്പും ഇല്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എന്തുകൊണ്ടാണ് ഇറാനും അമേരിക്കയും ലെബനനു വേണ്ടി സ്വിറ്റ്സർലൻഡിൽ വന്ന് ചർച്ച നടത്തുന്നത്? എന്താണ് ലെബനന്റെ പ്രാധാന്യം? ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും തന്ത്രപ്രധാനമായ രാജ്യമാണ് ലെബനൻ. ഇസ്രായേലുമായി നേരിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇറാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധ സഖ്യത്തിലെ ഏറ്റവും ശക്തമായ കണ്ണിയായ ഹിസ്ബുള്ളയുടെ ആസ്ഥാനം. ലെബനന്റെ പരമാധികാരത്തിന്മേൽ ആര് നിയന്ത്രണം നേടുന്നു എന്നത് മിഡിൽ ഈസ്റ്റിന്റെ ഭൗമരാഷ്ട്രീയത്തെ പൂർണ്ണമായും സ്വാധീനിക്കും. ഇറാനെ സംബന്ധിച്ച് ലെബനൻ അവരുടെ സുരക്ഷാ മുൻനിരയാണ്, അതായത് ഫ്രണ്ട് ലൈൻ ഓഫ് ഡിഫൻസ്. ലെബനനിൽ അമേരിക്കയോ അവരുടെ സഖ്യകക്ഷികളോ സ്വാധീനം ഉറപ്പിച്ചാൽ അത് ടെഹ്റാനിലേക്കുള്ള വഴി എളുപ്പമാക്കും. അതുകൊണ്ട് തന്നെയാണ് ഗാലിബാഫ് തന്റെ പ്രസ്താവനയിൽ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി അഥവാ പ്രാദേശിക അഖണ്ഡത എന്ന വാക്ക് എടുത്തു പറഞ്ഞത്. ലെബനന്റെ ഒരു ഇഞ്ച് മണ്ണിൽ പോലും വിട്ടുവീഴ്ചയില്ല എന്ന് ഇറാൻ പറയുമ്പോൾ അത് തങ്ങളുടെ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇറാന്റെ തന്ത്രം കൂടിയാണ്. ഈ നയതന്ത്ര ചർച്ചകളിലേക്ക് അമേരിക്കയും ഇറാനും എത്തിയത് ഇരുപക്ഷത്തിന്റെയും സൈനിക ശേഷിയാണ്, പ്രത്യേകിച്ച് ഇറാന്റെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും മിസൈൽ ശേഷിയും. കഴിഞ്ഞ മാസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കണ്ടത് ഡ്രോണുകളുടെ വൻ യുദ്ധമായിരുന്നു. US സൈനിക താവളങ്ങൾക്ക് നേരെയും തന്ത്രപ്രധാന കടൽ മാർഗങ്ങളിലും നടന്ന ഡ്രോൺ ആക്രമണങ്ങൾ ആഗോള വിപണിയെയും എണ്ണവിലയെയും കനത്ത രീതിയിൽ ബാധിച്ചു. ഈ സൈനിക പ്രതിസന്ധിക്ക് അറുതി വരുത്തുക എന്നത് അമേരിക്കയുടെ വലിയ ഒരു ആവശ്യമാണ് നിലവിൽ. കാരണം സാമ്പത്തിക പ്രതിസന്ധിയും ആഗോളതലത്തിലെ മറ്റ് യുദ്ധമുഖങ്ങളും അമേരിക്കയെ തളർത്തുന്നുണ്ട്. ഇറാൻ ആകട്ടെ തങ്ങളുടെ മിസൈൽ ഡ്രോൺ ശേഷി കൃത്യമായി കാണിച്ചുകൊണ്ട് ചർച്ചകളിൽ മേൽക്കൈ നേടാൻ ശ്രമിക്കുന്നു. ഗാലിബാഫിന്റെ വാക്കുകളിൽ ആ ആത്മവിശ്വാസം വ്യക്തവുമാണ്. നയതന്ത്ര ചർച്ചകളിലൂടെ ലെബനന്റെ സമ്പൂർണ്ണ പരമാധികാരം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനു പിന്നിൽ ഇറാന്റെ സൈനിക ശക്തി എന്ന വലിയൊരു കാവലുണ്ട് എന്നത് തന്നെയാണ് അർത്ഥം. ഈ ജൂൺ 21 ബെർഗൻസ്റ്റോക്ക് ചർച്ചകളും അതിനുശേഷമുള്ള ഇറാന്റെ ഈ പ്രഖ്യാപനവും ലോകത്തെ, പ്രത്യേകിച്ച് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് കൂടി നോക്കേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാവുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം നമ്മുടെ ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന മേഖലയാണിത്. കൂടാതെ ചരക്കു നീക്കങ്ങൾ നടക്കുന്ന പ്രധാന കടൽ മാർഗങ്ങൾ സുരക്ഷിതമാകാൻ US ഇറാൻ ചർച്ചകൾ സഹായിക്കും. പക്ഷെ ഒരു ചോദ്യം ഇതാണ്: ഈ താൽക്കാലിക ശാന്തത എത്ര നാൾ നീണ്ടു നിൽക്കും? ഇസ്ലാമാബാദ് ധാരണാപത്രം പൂർണ്ണമായും നടപ്പിലാക്കാൻ അമേരിക്ക തയ്യാറാകുമോ?
ലബനന്റെ ഭാവിയെ ചൊല്ലി ഇറാൻ വെച്ചിരിക്കുന്ന നിബന്ധനകൾ അമേരിക്കൻ സഖ്യം അംഗീകരിക്കുമോ? ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത് ഒരേ സമയം നയതന്ത്രത്തിലേക്കും ആവശ്യമായി വന്നാൽ വീണ്ടും ഒരു കനത്ത പോരാട്ടത്തിലേക്കുമാണ്. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഓരോ വാർത്തയും നിർണായകം തന്നെയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന വശം കൂടിയുണ്ട്. ഇറാനും അമേരിക്കയും സ്വിറ്റ്സർലൻഡിൽ ഇരുന്ന് ചർച്ച നടത്തുമ്പോൾ ഈ സഖ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ശക്തിയായ ഇസ്രായേൽ ഇതിനെ എങ്ങനെ നോക്കിക്കാണുമെന്നത്. ലബനന്റെ മണ്ണിൽ ഇറാന്റെ സ്വാധീനം പൂർണ്ണമായും നിലനിർത്താൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേൽ. US ഇറാൻ ചർച്ചകൾ ലബനന് താൽക്കാലിക ശാന്തത നൽകുന്നുണ്ട് എങ്കിലും തങ്ങളുടെ അതിർത്തിയിലെ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഹിസ്ബുള്ളയ്ക്കെതിരെ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ഇസ്രായേലിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ ഈ സ്വിസ് ചർച്ചകൾ ഇസ്രായേലിനെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുമെന്നത് വരും ദിവസങ്ങളിൽ നിർണായകമാണ്. പക്ഷേ ഇസ്രായേൽ ഒന്ന് ഭയന്നിട്ടുണ്ട്. ഇത്ര നാളും കൂട്ടുണ്ടായിരുന്ന അമേരിക്ക ഇസ്രായേലിനെ പൂർണ്ണമായും കൈവിട്ട നിലയിലാണ്. അമേരിക്കയ്ക്ക് സ്വന്തം നിലനിൽപ്പ് തന്നെയാണ് വലുത്. ആ നിലനിൽപ്പിനായി അമേരിക്ക ഏതറ്റം വരെയും പോകും. അവിടെ ഇസ്രായേൽ എന്നത് അമേരിക്കയ്ക്ക് ഒരു വിഷയമേ അല്ല. ഇസ്രായേലിന് പണവും ആയുധങ്ങളും നൽകി കൂടെ നിർത്തേണ്ട ആവശ്യം അമേരിക്കയ്ക്ക് നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അമേരിക്ക കൈവിട്ടു. അമേരിക്കയുടെ സഹായമില്ലാതെ ഇസ്രായേലിന് എങ്ങനെ ഇനി ലെബനനിലേക്ക് അടിക്കാനാകുമെന്നതും ഒരു ചോദ്യമാണ്. കൂടിപ്പോയാൽ എത്ര ദിവസം അമേരിക്കയില്ലാതെ ഇസ്രായേലിന് ഇങ്ങനെ ലെബനനെ തകർക്കാൻ സാധിക്കും? പക്ഷെ തിരിച്ചടി കനത്തതാണ് എന്ന് ഇസ്രായേലിന് തന്നെ അറിയാം. ഇസ്രായേലും മയപ്പെടേണ്ടിയിരിക്കുന്നു. ബാഹ്യശക്തികളുടെ ഈ ചെസ് കളി നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ലെബനനിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ കുറച്ചു കാലമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയും രാഷ്ട്രീയ അസ്ഥിരതയിലൂടെയുമാണ് ലെബനൻ കടന്നുപോകുന്നത്. ഒരു രാജ്യത്ത് കൃത്യമായ പ്രസിഡന്റോ ശക്തമായ ഭരണകൂടമോ ഇല്ലാത്ത അവസ്ഥയാണ്. അത്തരമൊരു ആഭ്യന്തര തകർച്ച നിലനിൽക്കുമ്പോഴാണ് വിദേശ ശക്തികൾ അവരുടെ മണ്ണിൽ വന്ന് തന്ത്രങ്ങൾ മെനയുന്നത്. ഇറാൻ സ്പീക്കർ ഗാലിബാഫ് പറയുന്ന ദേശീയ പരമാധികാരം ലെബനന് തിരിച്ചു കിട്ടണമെങ്കിൽ അവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യം കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നയതന്ത്ര നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റൊരു ആഗോള ശക്തിയുടെ അദൃശ്യമായ കൈകളും കൂടിയുണ്ട്. അത് ചൈനയും റഷ്യയുമാണ്. ഇറാനുമായി അടുത്ത നയതന്ത്ര വ്യാപാര ബന്ധമുള്ള ചൈന മിഡിൽ ഈസ്റ്റിൽ സമാധാനം നിലനിർത്താൻ തങ്ങളുടേതായ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിന്റെ ചർച്ചകളിൽ പോലും ഏഷ്യൻ ശക്തികളുടെ ഈ താല്പര്യങ്ങൾ പ്രതിഫലിച്ചിട്ടുമുണ്ട്. അമേരിക്കയെ മിഡിൽ ഈസ്റ്റിൽ നിന്നും പടിപടിയായി അകറ്റി നിർത്താൻ ഇറാനെ മുൻനിർത്തി റഷ്യയും ചൈനയും നടത്തുന്ന തന്ത്രങ്ങളുടെ ഭാഗം കൂടിയാണ് ഈ നയതന്ത്ര നീക്കങ്ങൾ എന്ന് പറയേണ്ടി വരും. പക്ഷെ അപ്പോഴും ഇറാൻ വാശി പിടിക്കുന്നതും ഇറാൻ നേടാൻ ശ്രമിക്കുന്നതും ഒന്ന് മാത്രമാണ്: തങ്ങളുടെ പരമാധികാരം. ഒപ്പം തന്നെ തങ്ങളെ സഹായിക്കുന്നവരുടെ കാത്തുരക്ഷിക്കുമെന്നുള്ള അവരുടെ വാക്കും അതവർ എന്തു വില കൊടുത്തും നേടുക തന്നെ ചെയ്യും.